ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ദോശയാണ് ഉണ്ടാക്കുന്നത്. ദോശയും ചായയും. അപ്പോൾ നാട്ടുകാരാണ് ഉണ്ടാക്കാറുള്ളത്. ഞാൻ അവരിങ്ങനെ ചെറിയ രീതിയിൽ സഹായിക്കും. അപ്പോൾ ഇതേപോലെ ദോശ ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ തന്നെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്താം. എന്തൊക്കെ ദോശ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. ഇന്ന് നല്ല മഴയാണ്, രാവിലെ തന്നെ നല്ല മഴയുണ്ട്. അപ്പോൾ വീട്ടിൻ്റെ വരെ ഉണ്ടാകുമെന്ന് അറിയില്ല. മഴ കാരണം വീട്ടിൽ പണിക്കാരൊന്നും വീട്ടില്ല. അല്ലാതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പം മീനൊന്നും കിട്ടാനില്ല. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി. എന്തൊരു മഴ പെയ്യാതിരിക്കാൻ അതും പറ്റില്ല. കാരണം കിണറിലൊക്കെ ഞങ്ങളുടെ നാട്ടിൽ കിണറിലൊക്കെ നല്ല വെള്ളം കുറവുണ്ടായിരുന്നു. അപ്പോൾ ഈ മഴ ഇത്ര ആഴ്ചയായിട്ട് നിർത്താതെ പെയ്യുന്നതുകൊണ്ട് ഞങ്ങളുടെ കിണറ്റിൽ നല്ല വെള്ളമൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് വലിയൊരു അല്ലാത്ത നല്ലൊരു സ്ഥിതി തന്നെ പറയണം. ഇത്രയ്ക്കും ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട് വെള്ളം കിട്ടാനിട്ട്. പിന്നെ ഞാൻ അടുത്തതായിട്ട് ചെയ്യുന്നത് ഉണക്കൽ മാന്തൾ പൊരിക്കുന്നതാണ്. അപ്പം ഞാൻ ചെയ്യുന്ന രീതിയാണ് ഇതിൽ കാണിക്കുന്നത്. മാന്തളിൻ്റെ തല ഒഴിവാക്കി രണ്ട് തലയിലുള്ള തോലിയും കളഞ്ഞതിന് ശേഷം അതിലേക്ക് മുളകും പൊടി ഇട്ട് കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. എന്നതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് പാൻ അടുപ്പത്ത് വെക്കും. എന്നിട്ട് അതിലേക്ക് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇവിടെ ഓയിലാണ് ഒഴിക്കുന്നത്. ഞങ്ങൾ പിന്നെ തൂമിക്കാനും കടുക് വറുക്കാനും മാത്രമേ വെളിച്ചെണ്ണ ഉപയോഗിക്കുള്ളൂ. ബാക്കിയുള്ളതിനൊക്കെ ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് മാക്സിമം അമർത്തുക. അപ്പോഴാണ് ഞാൻ ചെയ്യുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതാ ഞാൻ മീനൊക്കെ നിറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഭാഗം മുഴുവത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നന്നായി തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോൻ്റെ. ഇത്രയേ ഉള്ളൂ. അത്രയായാൽ മതി. പാകത്തിനായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പിന്നെ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്. സുഹറ മറിയം എന്നാണ്. ഫാത്തിമ സുഹറ എന്ന് അടിച്ചു കൊടുത്താലും വരും. അപ്പോൾ അതും കൂടി ഒന്ന് പോയിട്ട് ഫോളോ ചെയ്യുക. അതിനുശേഷം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം വെളുത്തുള്ളിയും സവാളയും വെട്ടിയത് കഴിച്ചിട്ട് കൊടുക്കുക. അതൊന്ന് മൂപ്പായി വരുമ്പോൾ അതിലേക്ക് പയറിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക. എന്നിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കും, പച്ചമുളക് ഇട്ട് കൊടുക്കും, ഉപ്പ് ഇട്ട് കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതൊക്കെ ഞാൻ ഒരു ദിവസം വീട്ടിൽ ചെയ്യുന്ന പണികളാണ് കേട്ടോ കാണിക്കുന്നതൊക്കെ. അല്ലാതെ പിന്നെ വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഉണ്ടാക്കിയെടുത്തതല്ല. പിന്നെ എന്താ പണിക്കാർക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടി കഞ്ഞി റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഉണക്കമുളക് ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ പയറുപ്പേരിയും അവർക്ക് കൊടുക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇത്ര നേരത്തെ തന്നെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുപോലെ പയറുപ്പേരി വീട്ടിൽ പണിക്ക് വരുന്ന ആൾക്കാർക്ക് ഉപ്പേരിയും കഞ്ഞിയും ചമ്മന്തിയും കൂടി ഉണക്കലും കൂടി കൂട്ടിയിട്ട് കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞങ്ങളങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ വൈകുന്നേരം എൻ്റെ ആങ്ങളുടെ മോളിവിടെ വന്നിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ചിക്കൻ കറി, പിന്നെ പാൽച്ചായ, പിന്നെ പൊറാട്ട. അപ്പോൾ അത് അവർക്കും കൊടുത്തു. അവർ കഴിച്ച് പോയി, ഞങ്ങളും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കി നാളെ. താങ്ക് യു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം.